സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സിസ്റ്റം മെയിൻ്റനൻസ്. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങളെ ഏകോപിച്ച് നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിൻ്റെ യൂസറും കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. An operating system is a program which acts as an interface between a user and the computer. The objective of an operating system is to make computer system convenient to use and utilize computer hardware in an efficient manner. വളരെ എളുപ്പത്തിൽ കൺവീനിയൻ്റ് ആയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. താഴെ നിങ്ങൾക്ക് ഒരുപാട് ലോഗോസ് കാണും. ഇതെല്ലാം വിവിധ തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൻ്റെ ലോഗോസാണ്. ഏറ്റവും ആദ്യം കാണുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോഗോയാണ്. ലിനക്സ് ഒരു ഫ്രീ സോഫ്റ്റ്വെയറും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുമാണ്. ഇതിൻ്റെ ഫ്രീ സോഫ്റ്റ്വെയർ എന്താണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്താണെന്ന് പിന്നീട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അടുത്തത് കാണുന്നത് ഉബുണ്ടുവിൻ്റെ ലോഗോയാണ്. അത് ലിനക്സിൻ്റെ തന്നെ ഒരു വേർഷനാണ് ഉബുണ്ടു. അടുത്തത് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ലോഗോയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. അടുത്തത് മാക് OS. ഇത് ആപ്പിളിൻ്റെ ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് OS. ഇനി താഴെ കാണുന്ന രണ്ട് ലോഗോസ്, അത് രണ്ടും മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസാണ്. ഒന്നാമത്തത് ആൻഡ്രോയിഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അടുത്തത് iOS ആപ്പിളിൻ്റെ മൊബൈൽ ഫോണിൽ, സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് iOS. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാനമായും ഈ 4 ഫങ്ഷൻസാണ് ചെയ്യുന്നത്: മെമ്മറി മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്. ഇവ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. Memory management. Memory management refers to management of primary memory or main memory. ഓരോ പ്രോസസ്സിനും ഓരോ ആപ്ലിക്കേഷനും റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഡീഅലോക്കേറ്റ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് ഓരോ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോഴും അതിനെ മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവന്നിട്ടാണ് അത് റൺ ആവുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെമ്മറി ആ പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ ഇപ്പോൾ എത്ര ഫ്രീ മെമ്മറി ഉണ്ട് എന്നൊക്കെ ട്രാക്ക് ചെയ്ത് പോകുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അടുത്ത ഫംഗ്ഷൻ പ്രോസസ് മാനേജ്മെൻറ്റ്. കമ്പ്യൂട്ടറിൽ ഒരേ സമയത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ റൺ ചെയ്യാറുണ്ട്. ഈ ഓരോ ആപ്ലിക്കേഷനും എക്സിക്യൂട്ട് ആവുന്നത് പ്രോസസ്സറിലാണ്. പ്രോസസ്സറാണ് എല്ലാ ടാസ്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോസസ്സർ ചെയ്യുന്ന ഓരോ ടാസ്കിനെയും ഓരോ പ്രോസസ്സ് എന്ന് പറയാം. അറ്റ് എ ടൈം ഏത് പ്രോസസ്സാണ് പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് കുറേ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ക്യൂവിലുണ്ടാവും. ഇതിലേത് പ്രോസസ്സാണ് പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എത്ര നേരം എക്സിക്യൂട്ട് ചെയ്യണം, അത് കഴിഞ്ഞ് ഏത് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇങ്ങനെ ചെയ്യുന്ന ഈ ഫംഗ്ഷനെ പ്രോസസ് ഷെഡ്യൂളിംഗ് എന്നാണ് പറയുക. ഇത് പലതരം ആൽഗോരിതംസ് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോസസ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. അടുത്ത ഫംഗ്ഷൻ ഡിവൈസ് മാനേജ്മെൻറ്റ്. കമ്പ്യൂട്ടറിൽ നമ്മൾ പലതരം ഡിവൈസുകൾ കണക്ട് ചെയ്യാറുണ്ട്. കീബോർഡ്, മൗസ്, പ്രിൻ്റർ, സ്പീക്കർ, അങ്ങനെ കുറേ ഡിവൈസുകൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാറുണ്ട്. അതായത് പലതരം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഡിവൈസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടറിലെ ഈ സോഫ്റ്റ്വെയറുകളുടെ കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനും ഈ ഡിവൈസുകളെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. OS അലോക്കേറ്റ്സ് ആൻഡ് ഡീഅലോക്കേറ്റ്സ് ഡിവൈസസ് ഇൻ ദ എഫിഷ്യൻറ്റ് വേ. ഏറ്റവും മികച്ച രീതിയിലാണ് അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ വേറൊരു പ്രോസസ്സിന് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഒഴിവാക്കിക്കൊണ്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത ഫംഗ്ഷൻ ഫയൽ മാനേജ്മെൻറ്റ്. A file system is normally organized into directories for easy navigation and usage. നമുക്കറിയാം, കമ്പ്യൂട്ടറിൽ ഫയലുകളൊക്കെ പല ഫോൾഡറുകളിലായിട്ട്, ഡയറക്ടറികളായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻസ് ദി ഫയൽ സിസ്റ്റം ആൻഡ് കീപ്സ് ട്രാക്ക് ഓഫ് ഇൻഫർമേഷൻ, ലൊക്കേഷൻ, യൂസർ സ്റ്റാറ്റസ് എക്സെട്ര. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഫയൽ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്.
അതായത് നമ്മളൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും മോഡിഫൈ ചെയ്യുമ്പോഴും ഡിലീറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ആവശ്യമായിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർഫോം ചെയ്യുന്ന മറ്റ് ഫങ്ഷൻസ് ഇതൊക്കെയാണ്. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാംസും ഡാറ്റയും ഒന്നും അൺഓതറൈസ്ഡ് ആയിട്ട് ആരും ആക്സസ് ചെയ്യാതിരിക്കാനുള്ള സെക്യൂരിറ്റി OS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോ യൂസറിനും യൂസർ ID-യും പാസ്വേഡും ഒക്കെ OS-ൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഫങ്ഷൻ കൺട്രോൾ ഓവർ സിസ്റ്റം പെർഫോമൻസ്. കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് ഓരോ പ്രോസസ്സിനും എത്രത്തോളം ഡിലേ വരുന്നുണ്ട്, ഓരോ പ്രോസസ്സ് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അതിന് റെസ്പോൺസ് കിട്ടാനായിട്ട് എത്ര നേരം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അടുത്ത ഫങ്ഷൻ ജോബ് അക്കൗണ്ടിങ്. അതായത് ഓരോ പ്രോസസ്സും ഓരോ ഫങ്ഷനും എത്ര സമയം എടുത്തിട്ടാണ് എക്സിക്യൂട്ട് ആവുന്നത്, അതിന് എത്ര റിസോഴ്സുകൾ ആവശ്യം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി അടുത്ത ഫങ്ഷൻ എറർ ഡിറ്റക്റ്റിംഗ് എയ്ഡ്സ്. എന്തെങ്കിലും എററോ അല്ലെങ്കിൽ ബഗ്ഗോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്ത് യൂസറിന് ആ എറർ മെസ്സേജ് പ്രോംപ്റ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അടുത്ത ഫങ്ഷൻ കോർഡിനേഷൻ ബിറ്റ്വീൻ അതർ സോഫ്റ്റ്വെയർസ് ആൻഡ് യൂസേഴ്സ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരുപാട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ റൺ ചെയ്യാറുണ്ട്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും യൂസറും തമ്മിൽ ഒരു കോർഡിനേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പരിചയപ്പെടാം. ആദ്യമായി മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ കമ്പ്യൂട്ടേഴ്സ് വിച്ച് ഈസ് മെയ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്, എ കമ്പനി ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ആദ്യത്തെ വേർഷൻ 1985 ഇറങ്ങിയത്. അത് വിൻഡോസ് 1.0 ആയിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ വിൻഡോസ് 10 ആണ്. വിൻഡോസ് 10ൻ്റെ തന്നെ പല അപ്ഡേറ്റ്സും ഉണ്ട്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ആണ്. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്നത് ലിനക്സ് ആണ്. ലിനക്സ് 1983 റിച്ചാർഡ് സ്റ്റാൾമാൻ GNU പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഒരു ഫ്രീ സോഫ്റ്റ്വെയറുമാണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുമാണ്. അടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം MacOS. ഈ MacOS അല്ലെങ്കിൽ മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റെ മാക്കിൻടോഷ് കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തതായിരുന്നു. ആപ്പിളിൻ്റെ കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് MacOS. ഇത് ആദ്യത്തെ MacOS 1984 ഇറങ്ങിയത്. ഇനി ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് ലിനക്സിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഇത് ആൻഡ്രോയിഡും ലിനക്സിനെ പോലെ തന്നെ ഫ്രീ സോഫ്റ്റ്വെയറും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുമാണ്. ഇനി നമുക്ക് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. ഒരു സോഫ്റ്റ്വെയർ അത് യൂസ് ചെയ്യാനും കോപ്പി ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ കോഡിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ യൂസേഴ്സിന് ഫ്രീ ആയിട്ട് ലൈസൻസ് കൊടുക്കുന്ന സോഫ്റ്റ്വെയറാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അതായത് നമുക്ക് ആ സോഫ്റ്റ്വെയർ കോപ്പി ചെയ്യാനോ അതിൻ്റെ കോഡിൽ പോയി എഡിറ്റ് ചെയ്യാനോ ഒന്നും യാതൊരു തടസ്സവുമില്ല. ഫോർ എക്സാമ്പിൾ ഉബുണ്ടു, ലിനക്സിൻ്റെ എല്ലാ വേർഷൻസും പിന്നെ ആൻഡ്രോയിഡൊക്കെ ഫ്രീയും ഓപ്പൺ സോഴ്സുമാണ്. അതായത് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ കോഡ് നമുക്ക് സോഴ്സ് കോഡ്, ഓരോ പ്രോഗ്രാമിനും ഓരോ കോഡ് ഉണ്ടാവുമല്ലോ, ഈ കോഡ് നമുക്ക് കാണാനും അത് എഡിറ്റ് ചെയ്യാനും ആ സോഫ്റ്റ്വെയറിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ടാക്കാനും ഒക്കെയുള്ള ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസ് ഫ്രീ ആയിട്ട് നമ്മളത് എല്ലാ യൂസേഴ്സിനും ഫ്രീ ആയിട്ട് ആ ലൈസൻസ് കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് ഇതിന് വിഭിന്നമായിട്ട് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതായത് ഇപ്പോൾ വിൻഡോസ് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ ലൈസൻസ്ഡ് ആണ്. അതായത് നമുക്കതിൻ്റെ സോഴ്സ് കോഡ് എഡിറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല, ഫ്രീ ആയിട്ട് കോപ്പി ചെയ്യാനും സാധിക്കില്ല. അത് പേയ്മെൻറ്റ് നടത്തിയിട്ട് അവരുടെ CD വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. പേയ്മെൻറ്റ് നടത്തി അവരുടെ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ CD വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ യൂസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടും. അതല്ലാതെ അത് കോപ്പി ചെയ്യാനോ അതിൻ്റെ കോഡ് എഡിറ്റ് ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് കിട്ടുന്നില്ല. അത്തരം സോഫ്റ്റ്വെയറുകളാണ് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ. പക്ഷേ ഉബുണ്ടു, ആൻഡ്രോയിഡ് പോലുള്ള സോഫ്റ്റ്വെയറൊക്കെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറാണ്. അതായത് അത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും കോപ്പി ചെയ്യാനും അതിനെ പഠിക്കാനും അതിനെ എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യാനൊക്കെ സാധിക്കും.
ഇനി കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡു വി ഹാവ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ദ കമ്പ്യൂട്ടർ? എന്തിനാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് എക്സാമ്പിൾസ് ഫോർ ഫ്രീ സോഫ്റ്റ്വെയർ ആൻഡ് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ. വാട്ട് ആർ ദി ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഈ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് ക്ലാസ് നല്ലോണം കേട്ടിട്ട് ആൻസേഴ്സ് എഴുതുക. ഓക്കെ, താങ്ക് യു.